പുത്തൻ സ്റ്റൈൽ പരീക്ഷണങ്ങളിൽ മലയാളികളുടെ യുവതാരങ്ങളെ പോലും ഞെട്ടിക്കാറുണ്ട് മമ്മൂട്ടി. സിനിമ എന്ന പോലെ വസ്ത്രധാരണത്തിലും അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്താറുമുണ്ട്. വിപണിയിലെ തന്നെ ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രങ്ങളും വാച്ചുകളും കൂളിംഗ് ഗ്ലാസുമാണ് അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇവയാകട്ടെ വളരെ പെട്ടെന്ന് ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച മമ്മൂട്ടിയുടെ ഷൂവിനെ പറ്റിയാണ്. ജയറാമിനൊപ്പം മമ്മൂട്ടി എത്തിയ ഓസ്ലർ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്ക് എത്തിയപ്പോൾ ധരിച്ച പച്ച ഷൂ ആണ് ആരാധകരുടെ കണ്ണുടക്കിയത്. വൈറ്റ് ഷർട്ടും പാന്റിനുമൊപ്പം നല്ല കടും പച്ച ഷൂ ആയിരുന്നു മമ്മൂട്ടി ധരിച്ചത്. പതിവ് പോലെ തന്നെ മമ്മൂട്ടിയുടെ ഷൂവിന്റെ വിലയും ബ്രാൻഡും എല്ലാം ആരാധകരിൽ തിരയുകയാണ്. ലെതർ സൂക്ക് എന്ന പാകിസ്ഥാൻ ബ്രാൻഡിന്റെ ജോധ്പൂർ ഷൂ ആണിത്. കൈകൾ കൊണ്ടാണ് ഈ ഷൂ നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള ലെതർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഷൂ ആവശ്യത്തിനനുസരിച്ചാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. ഈ ബ്രാൻഡിന്റെ ഷൂ പോലും പലപ്പോഴും കടുംകട്ടി നിറത്തിലുള്ളവയാണ്. 13,100 രൂപയാണ് ഈ ഷൂവിന്റെ വില. ഓക്ക് സ്റ്റുഡിയോസിന്റെ മൾട്ടി പ്രിന്റ് ഡിജിറ്റൽ കളർ ഷർട്ടാണ് മമ്മൂട്ടി ഷൂവിനൊപ്പം ധരിച്ചത്. ഷർട്ട് വൻ ലുക്കാണെങ്കിലും പേടിക്കണ്ട, അത്ര വിലയുള്ള ഷർട്ടല്ല. 2,634 രൂപയാണ് ഈ ഷർട്ടിന്റെ വില. അടുത്തിടെ കലോത്സവ വേദിയിൽ മമ്മൂട്ടി ധരിച്ച വസ്ത്രവും ലുക്കും വൈറലായിരുന്നു. സാറ എന്ന സ്പാനിഷ് ബ്രാൻഡിന്റെ ഫ്ലോറൽ കോട്ടൺ ഷർട്ടായിരുന്നു അദ്ദേഹം ധരിച്ചത്. 3,290 രൂപയാണ് ഈ ഷർട്ടിന്റെ വില. വൈറ്റ് ആൻഡ് വൈറ്റ് ലുക്കിലെത്തിയ മമ്മൂക്ക അന്നത്തെ വസ്ത്രത്തെക്കുറിച്ച് വേദിയിൽ പറയുകയുണ്ടായി. യുവാവാകാൻ വേണ്ടി ഞാൻ പുതിയൊരു പാന്റും ഷർട്ടും തയ്പ്പിച്ചിരുന്നു. ഒരു കൂളിംഗ് ഗ്ലാസും വെക്കാമെന്ന ധാരണയിൽ എല്ലാം ഒരുക്കി വെച്ചപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. മുണ്ടും വെള്ള ഷർട്ടും ആണ് എന്നെ പലരും പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കത്ത് അണിഞ്ഞൊരുങ്ങിയെന്നതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നും മമ്മൂക്ക പറഞ്ഞിരുന്നു. പല അവസരങ്ങളിലും മമ്മൂക്ക വസ്ത്രധാരണത്തിൽ ശ്രദ്ധ നേടാറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളെ പോസ്റ്റ് മാത്രമല്ല, നേരിട്ടെത്തുന്ന ഏതൊരു പരിപാടിയിലും മമ്മൂട്ടിയുടെ വസ്ത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. അങ്ങനെ പുത്തൻ ചിത്രമായ ടർബോയുടെ അണിയറ പ്രവർത്തനത്തിലാണ് മമ്മൂക്കി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടുത്ത പുറത്തിറങ്ങാനുള്ള ചിത്രം ബ്രഹ്മയുഗവുമാകുന്നു.